നമ്മൾ വിചാരിക്കണ ആളല്ല മൊയ്തീൻ ഷെയ്ഖ് ഇട്ട മോനെ, കളിക്കേണ്ട കളിയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മുഹീദ്ദീൻ ഷെയ്ഖ് വലിയാണ്, അതുകൊണ്ട് അവരോട് വിളിച്ചു തേടാം എന്ന വാദവും, അതുപോലെ തന്നെ മുഹീദ്ദീൻ മാലയിലൂടെയൊക്കെ പ്രചരിപ്പിച്ചത് എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്കു പറഞ്ഞവർ എന്നൊക്കെ പറഞ്ഞ് ഉമ്മത്തിൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത സമസ്ത ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്ന് പറഞ്ഞത് 1000 വട്ടം വിളിച്ചാൽ, അതും ഖൽവത്തിൽ വിളിച്ചാൽ, രഹസ്യമായി ഒറ്റയ്ക്കിരുന്ന് ഒരു ഏകാന്തതയിലിരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകും എന്ന് പറഞ്ഞു. അന്ന് 1000 വട്ടം വിളിക്കണമായിരുന്നു. ഇപ്പോൾ ദറജ കൂടി. ഈ പഴക്കം കൂടുന്നതിനനുസരിച്ച് വീര്യം കൂടുമെന്ന് പറയുന്നത് പോലെ ഇവരുടെ ഷെയ്ഖന്മാർക്ക് വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അവരുടെ പവറുകൾ കൂടും എന്നതാണ് അവരുടെ വാദം. ഏതായാലും ഇപ്പോൾ 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരൊറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി, ഉത്തരം കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് ആ സംസാരം ഒന്ന് കേൾക്കാം. നമ്മൾ വിചാരിക്കണ ആളല്ല മൊയ്തീൻ ഷെയ്ഖ് ഇട്ട മോനെ. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ആദ്യം തന്നെ പറയാണ്, നമ്മൾ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല മൊയ്തീൻ ഷെയ്ഖ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വിചാരങ്ങളെ മാറ്റി നിർത്തണം, എന്നിട്ട് എന്താണ് വിചാരിക്കേണ്ടതെന്ന് കൂടി മൂപ്പര് പറയുന്നു. നമുക്ക് കേൾക്കാം. കളിക്കേണ്ട കളിയല്ല കേട്ടോ. വിളിച്ച വിളിപ്പുറത്താ. വിളിക്കണ്ടോ വിളിച്ച 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരേറ്റ വട്ടം വിളിച്ചാൽ മതി. യാ ഖൗസ് മുഹയ്യിദ്ദീൻ അഗ്സിനാ അല്ലെങ്കിൽ അഗ്സിനി, ഒറ്റ വിളി കണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടും ഉത്തരം, ജവാബ്. കേട്ടില്ലേ? ചോദിച്ചാൽ ജവാബ് അപ്പോൾ കിട്ടും, വിളിച്ചാൽ ഉത്തരം കിട്ടും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ഇത് സമസ്തയുടെ വാദമാണ്. അതുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുക, അത് ഒറ്റ വിളി വിളിച്ചാൽ മതി, വിളിക്കേണ്ടവൻ വിളിച്ചാൽ കിട്ടും. അപ്പോൾ എന്താണ്? വിശ്വാസം ഉണ്ടാകണം എന്നാണ്. അപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് വിളിച്ചാൽ ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അവൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വിളി കൊണ്ട് വിളിപ്പുറത്ത് ഉത്തരം കിട്ടും. അഗ്സിനി, എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറിക്കിട്ടും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ഒരു ചെറിയൊരു ആഡിങ്സ് കൂടി കൊടുക്കുന്നുണ്ട്, അതുകൂടി കേൾക്കാം. വിളിപ്പുറത്ത് കിട്ടും ഉത്തരം, ജവാബ്. അത് അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. കേട്ടല്ലോ, അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണെന്നാണ്. അപ്പോൾ ഈ പണ്ട് മുതലേ ഉള്ള ഇവരുടെ വാദമാണ് കൊടുത്ത കഴിവിൽ തേടുക എന്നുള്ളത്. അങ്ങനെ കൊടുത്ത കഴിവ് എന്നുള്ളതിന് എന്താണ് തെളിവ്? എവിടെ വെച്ച് വിളിച്ചാലും വിളിപ്പുറത്ത് എത്താൻ കഴിയുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല, പ്രവാചകന്റെ അധ്യാപനങ്ങളിലില്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മതത്തിലില്ല. പിന്നെന്താണ്? സമസ്ത മതത്തിൽ മാത്രമാണുള്ളത്. ഈ പറയുന്ന വാദം പോലും എന്താണ്? വിശുദ്ധ ഖുർആനിനെ പച്ചയായ ദുർവ്യാഖ്യാനത്തോടുകൂടിയും അതോടൊപ്പം വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനപരമായ അധ്യാപനങ്ങൾക്ക് പോലും എതിരിടുന്ന വാദമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം മറ്റൊന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയെയും വിളിച്ചു തേടാൻ പാടില്ല. നമ്മൾ നിസ്കാരത്തിൽ പോലും പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നെ മാത്രം നമ്മൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു എന്നു പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഈ പറയുന്ന മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുക? അവൻ്റെ പ്രതിസന്ധിയിൽ, പ്രയാസത്തിൽ മുഹീദ്ദീൻ ഷെയ്ഖിനോട് തേടാൻ കഴിയുക? ഒരിക്കലും ഒരു മുസ്ലിമിന് കഴിയില്ല. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയ പഠിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. അല്ലാഹ് പറയാണ്, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിയാത്ത ഒന്നിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. എന്നിട്ട് പറഞ്ഞത്, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാലോ, അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം എന്ത് ചെയ്യുന്നു? മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ ളാലിമീങ്ങളിൽപ്പെട്ടു, അക്രമികളിൽപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊരു കാര്യം ഉണർത്തി തന്നിട്ടുണ്ട്. അള്ളാഹു പറയാണ്, നിങ്ങൾ വിശ്വാസം ശരിയാക്കിക്കൊണ്ട് ആ വിശ്വാസത്തിൽ യാതൊരു നിലയ്ക്കുമുള്ള ദുൽമ് കടത്താതെ നിങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കുകയാണ് എങ്കിൽ. അപ്പോൾ സ്വഹാബത്തിന് സംശയമായി, ജീവിതത്തിൽ അക്രമം, ഒരു നിലക്കുമുള്ള അക്രമം പ്രവർത്തിക്കാത്ത ആരുമില്ലല്ലോ, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞ് പ്രവാചകനോട് ഈ ഒരു വിഷയത്തെ ഉണർത്തിയപ്പോൾ പ്രവാചകൻ ആ ദുൽമ് എന്താണെന്ന് വിശദീകരിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനിൻ്റെ മറ്റൊരായത്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അലീം,
ഷിർക്കാണ് വമ്പിച്ച അക്രമമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ആ ഷിർക്ക് ചെയ്യുന്നവർ അവരാണ് വമ്പിച്ച അക്രമികൾ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യഭിചരിച്ചതിനേക്കാൾ, മോഷ്ടിച്ചതിനേക്കാൾ, കള്ളുകുടിച്ചതിനേക്കാൾ ഏറ്റവും വലിയ അക്രമിയാരാണ്? ഏറ്റവും വലിയ തെറ്റു ചെയ്തതാരാണ്? അത് ഷിർക്കു ചെയ്തവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അക്രമികളാകുന്നു എന്നാണ്. അപ്പോൾ ഈ സമസ്തയിലുള്ള ഈ വിശ്വാസം വച്ചു പുലർത്തുന്ന ഈ പ്രവർത്തനം ചെയ്യുന്നവരെല്ലാം അക്രമികളാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ഇവിടെ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തണം. ആരാണ് റബ്ബ്? ആരാണ് റബ്ബ്? എന്താണ് റബ്ബിൻ്റെ വിശേഷണം? അവനാണ് എല്ലാ നിലയ്ക്കുമുള്ള അധികാരമുള്ളത്. എന്നിട്ട് പറയാണ്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ലോകത്ത് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം ദുർമൂർത്തികളുടെ വിഷയത്തിൽ പറഞ്ഞത് ഒരു ഖിത്മീർ പോലും ഉടമപ്പെടുത്തുന്നില്ല എന്നാണ്. ഒരു ഖിത്മീർ പോലും ഉടമപ്പെടുത്തുന്നില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തൊട്ടടുത്തുള്ള വചനത്തിൽ പറഞ്ഞത്, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണോ എങ്കിൽ ആ മുഹീദ്ദീൻ ഷെയ്ഖ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. നിങ്ങൾ ആരെയൊക്കെ അല്ലാതെ ആരൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, സഹായം തേടുന്നുവോ, അവരാരും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നു മാത്രമല്ല അള്ളാഹു പറയാണ്, വലൗ സമിഉ മസ്തജാബൂ ലക്കും. ഇനി നിങ്ങളുടെ വാദപ്രകാരം അവർ കേൾക്കുമെന്ന് വച്ചാൽ തന്നെയും, നിങ്ങളൊരു വാദിക്കാണ്, ഇനി വാദത്തിനൊരു ശരിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, വാദത്തിന് വേണ്ടി ഒന്ന് ശരിവെക്കാം, എന്നാൽ പോലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആ വാക്കുകൾ അവർ കേട്ടാൽ പോലും എന്താ അള്ളാഹു പറഞ്ഞു, മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല എന്നാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ അവർക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്ന് നിങ്ങളുടെ വാദപ്രകാരം ശരിവെച്ചാൽ പോലും അവർക്ക് ഉത്തരം നൽകാൻ സാധ്യമാവുകയില്ല എന്ന് വളരെ പച്ചയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞതെന്നറിയോ, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ ഈ പങ്കുചേർക്കുന്ന ഈ പ്രവണതയുണ്ടല്ലോ, ഈ പ്രവണതയെ ആരെയാണോ പങ്കുചേർത്തവർ അവർ നാളെ നിങ്ങൾക്കെതിരാകും. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയെ നിഷേധിക്കും. ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഇപ്പോൾ ഈസാ അലൈഹിസ്സലാമിനെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ഈസാ അലൈഹിസ്സലാം പ്രവാചകനാണ് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. എന്നാൽ ആ ഈസാ അലൈഹിസ്സലാമിനെ ദൈവമായി ചിത്രീകരിക്കുകയും ആ ദൈവം എന്ന നിലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളെ പരലോകത്ത് വരുമ്പോൾ ആ ഈസാ അലൈഹിസ്സലാമിനോട് അള്ളാഹ് ചോദിക്കും, അല്ല നീ നിൻ്റെ സമുദായത്തിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾക്ക് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി എന്തായിരിക്കും? ഞാൻ പറഞ്ഞിട്ടില്ല റബ്ബേ, എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ അവരെന്നെ ഇലാഹാക്കി സ്വീകരിച്ചു. അല്ലെങ്കിൽ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറി. അവരുടെ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ സംഭവിച്ചു. എനിക്കറിയില്ല റബ്ബേ എന്ന് പറഞ്ഞ് ഇവരുടെ പ്രവർത്തനത്തെ നിഷേധിക്കുകയാണ് ഇവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സമസ്ത ഇന്ന് വിശ്വസിക്കുന്ന ഈ വിശ്വാസപ്രകാരം മുഹീദ്ദീൻ ഷെയ്ഖിനോട് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോൾ, ഖൽവത്തിലാകട്ടെ അല്ലാത്തയാകട്ടെ, 1000 വട്ടാകട്ടെ 1 വട്ടമാകട്ടെ, ആ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഒരിക്കലും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതല്ല. ഇനി പ്രാർത്ഥന എന്ന വചനം മാത്രം മാറ്റിയിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിനെ തന്നെ വിളിക്കുക, പ്രയാസഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുക എന്നതും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു സബബ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ പാരത്രിക ലോകത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് എത്തുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് പറയും, സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിന് എനിക്ക് യാതൊരു പങ്കുമില്ല, എനിക്കറിയില്ല, അതവരായി അവരുടെ പാടായി എന്ന് നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇനിയും ധാരാളം ആയത്തുകൾ ഒന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും. വളരെ വ്യക്തമാണല്ലോ ഇസ്ലാം, വളരെ ക്ലിയർ ആയിക്കൊണ്ട് തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും എന്തേ ഈ സമൂഹം ഇങ്ങനെ വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു? എന്താണ് ഈ സൃഷ്ടികളുടെ പിന്നാലെ പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ, മരിച്ചുപോയവരുടെ പിന്നാലെ നിങ്ങൾ എന്തിനാണ് പോകുന്നത്? സമസ്തക്കാരെ ഒന്ന് തിരുത്തിക്കൂടെ? റബ്ബിലേക്ക് മടങ്ങിക്കൂടെ? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്താണ് നിങ്ങൾ റബ്ബിന് കൊടുക്കേണ്ട നിലയ്ക്കുള്ള വഖാറുകൾ കൊടുക്കാതെ നിങ്ങൾ അല്ലാഹ് അല്ലാത്ത ആളുകൾക്ക് ഇത്രയും വലിയ ബഹുമാനവും ആദരവും നൽകുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ സമപ്പെടുത്തുന്ന രൂപത്തിൽ
അള്ളാഹുവിനെ തുല്യമാക്കുന്ന രൂപത്തിൽ ഈ മുഹീദ്ദീൻ ഷെയ്ഖിനെയും മറ്റുള്ളവരെയും എന്തിനാണ് നിങ്ങൾ ഇത്രയും പുകഴ്ത്തുന്നത്? അവർക്കുള്ള ആദരവും ബഹുമാനവും നൽകണം എന്നത് ശരി തന്നെയാണ്. പക്ഷേ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള ആദരവും ബഹുമാനവും നൽകുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇവരുടെ തന്നെ ഉസ്താദുമാർ പറഞ്ഞ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും, അല്ല തന്നെ എന്ന് തോന്നിപ്പിക്കുന്നതാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച്. അല്ല പോലും ഒറ്റ വിളിയിൽ ഉത്തരം നൽകൂല. അല്ല വിചാരിക്കുമ്പോൾ അള്ളാഹു തീരുമാനിക്കുന്ന പ്രകാരം മാത്രമാണ് ഉത്തരം നൽകുന്നത്. ആ ഉത്തരം തന്നെ 3 രൂപത്തിലായിരിക്കും. ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 3 രൂപത്തിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. 1, ആവശ്യപ്പെട്ടത് ചെയ്തു കൊടുക്കും. 2, അവൻ്റെ അപകടങ്ങളെ നീക്കിക്കൊടുക്കും. 3, പരലോകത്ത് അവൻ പ്രാർത്ഥിച്ചതിനുള്ള പ്രതിഫലം കൊടുക്കും. ഈ 3 രൂപത്തിലാണ് അല്ല പോലും ഉത്തരം നൽകുന്നത്. അപ്പോൾ ഇവിടെ മുഹീദ്ദീൻ ഷെയ്ഖിനെ അള്ളാഹുവിനേക്കാൾ വലിയവനാക്കി മാറ്റിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന ഈ പച്ചയായ ശിർക്ക് അത് വലിയ അപകടമാണ്. വിശുദ്ധ ഖുർആനിൽ ഇനിയും കാണാൻ സാധിക്കും, ഫലാ തദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം മറ്റൊരു സൃഷ്ടിയെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫതകൂന മിനൽ മുഅദ്ദിബീൻ, അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടോ എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, ലാ തജ്അൽ മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം മറ്റൊരു പങ്കുകാരെയും ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫതഖഉദ മദ്മൂമൻ മഖ്ദൂല, നിന്ദ്യനായി പോകുന്നവനാണവൻ. അള്ളാഹുവിനോടൊപ്പം മറ്റു പലതിനെയും വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത്, സഹായം തേടുക എന്നത് അവൻ നിന്ദ്യനായ പ്രവർത്തനം ചെയ്യുകയാണ് എന്നാണ്. അതുപോലെ തന്നെ മോശപ്പെട്ട പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നാണ്. അവൻ മോശക്കാരനാണ്, നിന്ദ്യനാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥന അഖിലവും റബ്ബിനു മാത്രം. അതിനു വേണ്ടിയിട്ടാണല്ലോ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണല്ലോ നാട് വിടേണ്ടി വന്നിട്ടുള്ളത്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്ന എന്തിനാ? പ്രാർത്ഥന റബ്ബിനോട് മാത്രം, ഇലാഹ് അള്ളാഹു മാത്രം, ആരാധ്യൻ അള്ളാഹു മാത്രം എന്ന പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളെ സൃഷ്ടിച്ചവൻ, പരിപാലിക്കുന്നവൻ, നമുക്ക് ഉപജീവനം നൽകുന്നവൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുന്നവൻ, നമ്മുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കുന്നവൻ, അങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ വിഷയങ്ങളിലും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവൻ റബ്ബു മാത്രമാണ്. അഭൗതികമായ മാർഗത്തിൽ ഒരു സൃഷ്ടിക്കും നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല. മരിച്ചുപോയവർക്ക് ഏതായാലും കഴിയില്ല, ഖബറിൽ കിടക്കുന്നവർക്ക് കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഖബറാളികളോട് വിളിച്ചു പ്രാർത്ഥിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖബറാളിക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയരണം, റബ്ബിലേക്കായിരിക്കണം നമ്മുടെ എല്ലാ തവക്കുലും, നമ്മുടെ എല്ലാ പ്രതീക്ഷയും. അതുകൊണ്ട് ആ രൂപത്തിൽ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഏറ്റവും നല്ല മുവഹിദായിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. ഇത്തരം ഉസ്താദുമാരുടെ വഞ്ചനയിൽ നിന്ന്, കബളിപ്പിക്കലിൽ നിന്ന് നാം രക്ഷപ്പെട്ട് അള്ളാഹുവിലേക്ക് മടങ്ങി റബ്ബിലേക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.